ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നാടകമേ ഉലകം. അങ്കത്തറ ഒരുങ്ങി അരയും തലയും മുറുക്കി രാഷ്ട്രീയ ചേകകന്മാർ തങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിലാണ്. പണ്ടങ്കം വെട്ടിയ കഥകൾ, വീരകഥകൾ, ധീരകഥകൾ, അത്ഭുത കഥകൾ പാടാം. ചതയൻ ചന്തുമാരും ചതഞ്ഞ ചന്തുമാരും വീരാളിപ്പട്ടും ചുറ്റി അങ്കത്തറയിൽ വന്നിരുന്ന് വീരഗാഥ പാടും. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു, ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. ഇത്തവണ കുറിക്കുന്നത് ശക്തമായ ത്രികോണ അംഗം വെട്ടാണ്. 18-ൽ കൂടുതൽ അടവ് പ്രയോഗങ്ങളുണ്ടാകും. UDFന്റെ ശൈലി നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഒരേ ചേരിയിൽപ്പെട്ടവർ തന്നെ പരസ്പരം പോർവിളി നടത്തുന്നുണ്ട്. ഏറ്റുമുട്ടുന്നത് ആരൊക്കെ തമ്മിലാണെന്ന ആശയക്കുഴപ്പവുമായി കഴുതമുഖത്തിൻ്റെ നിസ്സംഗഭാവവുമായി ജനം എല്ലാം കാണുന്നു, കേൾക്കുന്നു. നാടകമേ ഉലകം രാഷ്ട്രീയ അങ്കത്തറയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതുപ്പള്ളി ഗുരുക്കൾ അതിസമർത്ഥനായ അഭ്യാസിയാണ്. എനിക്ക് ഒന്നും പറ്റിയില്ല, വേറെ ആർക്കും പരിക്കില്ല. എതിരാളികൾ പോലും ഒന്നു പതറും. നോക്കാം. സെക്രട്ടേറിയറ്റ് കോട്ട അത് എത്ര വില കൊടുത്തും പുതുപ്പള്ളി ഗുരുക്കൾ നിലനിർത്തും. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ അധികാരം നേടിയാണ്. ചിഹ്നത്തിന് മാത്രം വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞു വരുന്നു. കേരളത്തിൽ ചരിത്രം തിരുത്തി കുറിക്കും, ഭരണ തുടർച്ച ഉറപ്പുവരുത്തി മുന്നോട്ട് പോകും. ചിഹ്നം പോലെ തന്നെ പ്രധാനമാണ് സ്ഥാനാർത്ഥി. അപ്പൊ ഇനി ഇലക്ഷൻ ജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലി സ്ഥാനാർത്ഥി നിർണയമാണ്. ശിലാഫലകങ്ങളിൽ മുഖ്യ ചേകവനായ പുതുപ്പള്ളി ഗുരുക്കളുടെ പേര് തിളങ്ങി നിൽക്കണം. അതിനുള്ള വീരകൃത്യങ്ങളൊക്കെ ഇതിനുള്ളിൽ ചെയ്തു കൂട്ടിയിട്ടുമുണ്ട്. നമ്മൾ പരിപാടിയിൽ പങ്കെടുക്കില്ല. മട്രോ വിമാനത്താവളത്തിൽ സിഗ്നൽ സംവിധാനം ആയിട്ടില്ല, ഇന്ന് വരെ ആയിട്ടില്ല. ഈ വിമാനത്താവളത്തിൽ പരീക്ഷണ പറക്കൽ മുഖ്യമന്ത്രി നടത്തിയാൽ തൊട്ടടുത്ത ദിവസം അവിടെ പ്രവാസികൾക്ക് വിമാനം കയറാൻ കഴിയോ? താനിക്കത് പറയാം. ഞാൻ അനുഭവിച്ചതിന്റെ 100-1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തേനെ. ഇതുപോലെ ഒരു അഭിമാന മുഹൂർത്തം ഉണ്ടാക്കിയത് എല്ലാവരും സഹകരിച്ചതുകൊണ്ടാണ്. കേന്ദ്രത്തിന്റെ സഹായം ലഭിച്ചിട്ടുള്ള ഒരു പദ്ധതിക്ക്, ആ പദ്ധതിയുടെ ട്രയൽ റൺ ആണെങ്കിൽ പോലും ആ ട്രയൽ റണ്ണിന് കേന്ദ്രത്തിന്റെ ഒരു മന്ത്രിയെ പോലും ക്ഷണിക്കാതെ ഇത് നടത്തി എന്നുള്ളത് തന്നെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ദുരുദ്ദേശമാണ് വ്യക്തമാക്കുന്നത്. നമ്മൾ ഒന്നിച്ചാൽ, ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ കേരളത്തിന് എവിടം വരെയും എത്താൻ സാധിക്കും. 9 മാസം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ഒരു പദ്ധതി, ആ പദ്ധതിയുടെ പേരിൽ ഇന്ന് ഒരു ട്രയൽ റൺ എന്നുള്ള പേരിൽ ഒരു പരിപാടി നടത്തിയത് ഒരു രാഷ്ട്രീയ സ്റ്റണ്ട്, തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമാണ് എന്ന് കേരളത്തിലെ വിവേകമതികളായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയും. അതങ്ങനെ പുച്ഛിച്ച് തള്ളുകയൊന്നും വേണ്ട. ഈ 2 മാസത്തേക്ക് അലോസരം ഉണ്ടാക്കാതിരിക്കാൻ കോൺഗ്രസ്സുകാർ പലതരത്തിലുള്ള ഉപജാപങ്ങളിലും ഏർപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ഇടതു മുന്നണിയാണ് പരിഭ്രാന്തിയില്. സുധീര ഗുരുക്കളിനും ചെന്നിത്തല ഗുരുക്കളിനും മുഖ്യ ചേകവസ്ഥാനത്തേക്ക് ഒരു കണ്ണുണ്ട്. തന്നെ കൺവട്ടത്ത് കണ്ട ഏതാൺകുട്ടിക്കും ഈ കളിക്ക് കൂടാ.
പിന്നെ കണക്കുകൂട്ടൽ തെറ്റിയാൽ മഞ്ഞച്ചേട്ട പൊട്ടിച്ച് ദൂരെ കളയാം. പക്ഷേ പുതുപ്പള്ളി ഗുരുക്കളെ മറിക്കാനുള്ള മിടുക്ക് പോരാ. ജയകമൻ കണക്ക് തീർക്കുന്നത് പണമെറിഞ്ഞല്ല, ചുരികത്തലപ്പ് കൊണ്ടാണ്. ഒരു കാട്ടിൽ ഒരു സിംഹം, അത് മതി. എതിർചേരിയിൽ സിംഹതുല്യരായ 2 ചേകന്മാരുണ്ട്. മത്സരിക്കാനൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. നാണം കെട്ടവനും ആരും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ സ്വീകരണം കൊടുത്തു എന്ന് വരാം. പറച്ചിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഒന്ന് തൊടാൻ ഉള്ളിൽ തീരാമോഹമുണ്ട് 2 പേർക്കും. ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം, ഒന്ന് മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം, അതെല്ലാം പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഒന്ന് മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. VS ഗുരുക്കൾ എന്തു പറയുന്നു? അതെല്ലാം പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഗൂഢസങ്കേതത്തിന്റെ പരിവേഷമൊന്നുമില്ല. അത്യാവശ്യം അടിനട പഠിച്ചവർക്ക് കോട്ടയിലേക്ക് വരാം. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ശരി എന്നെ മനസ്സാക്ഷി പറയും. അത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതുപോലെ അഴിമതിയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ട് കണ്ടോ, ജോർജ് ഗുരുക്കൾക്ക് കാര്യം അറിയാം. ഞാൻ എന്റെ മനസ്സാക്ഷി ശരിയാ പറയുന്നത്. അത് പറയുമ്പോ മൂക്കിയെത്ത് ചെത്ത് ദണ്ണം വന്നാ പിന്നെ തൊപ്പിയും നക്ഷത്രം ഒന്നും നോക്കുകയില്ല. നല്ല നാടൻ ഭാഷയില് ആരെങ്കിലും 4 തെറി പറഞ്ഞാലേ എന്റെ നാക്ക് താഴും. കോട്ടയിലേക്ക് വരാൻ പലരും താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ വാതിലുകൾ അടയ്ക്കാറേ ഇല്ല. എല്ലാവരും സഹകരിച്ചുകൊണ്ട് വിജയിപ്പിക്കണം. ദേ ഫ്രാൻസിസ് ജോർജ് എന്ന വീരനും വന്നു കഴിഞ്ഞു. ഫ്രാൻസിസ് ജോർജും ഡോക്ടർ KC ജോസഫും ഞാനും കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ്.